എഴുതി വെച്ചോളൂ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. കൈയടിക്ക്, എല്ലാവരും കൈയടിക്ക്, ചുമ്മാ കൈയടിക്ക്, എഴുതി വെച്ചോ, ഇത് സത്യമാണ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. നമസ്കാരം സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതല്ല കേട്ടോ. കോൺഗ്രസിൻ്റെ പല നേതാക്കളും പലയിടത്തും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കുറച്ച് വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. 2023 കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഈ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന അയാൾ പറഞ്ഞു, അടുത്ത വർഷം നരേന്ദ്രമോദി സ്വന്തം വീട്ടിലായിരിക്കും പതാക ഉയർത്തുന്നതെന്ന്. 23 കഴിഞ്ഞ് 24 കഴിഞ്ഞ് 25 കഴിഞ്ഞ് 26 പതാക ഉയർത്തലും കഴിഞ്ഞു. അതൊരു സൈഡിൽ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എഴുതി വെച്ചോളൂ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു നേതാവ് കേരളത്തിൽ വെച്ചാണ് പറഞ്ഞത്. നമ്മുടെ അറിവിൽ കേരളത്തിൽ 14 ജില്ലയുണ്ട് കേട്ടോ. ഈ 14 ജില്ലകളിൽ 13 ജില്ലയിലും ഒരു പക്ഷേ 12 ജില്ലയിലും ഇതേ കാര്യം പറഞ്ഞാൽ കേൾക്കുന്നവർ വലിയ രീതിയിൽ കൈയടിക്കണമെന്നില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് ഒരു സംശയമായിരിക്കും, ഇയാൾ വേറെ പണിയൊന്നുമില്ല, ചുമ്മാ തളന്ന്. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ നല്ല രീതിയിൽ കയ്യടി കിട്ടുമെന്നും ആളുകൾ ആർപ്പ് വിളിക്കുമെന്നും ബോധ്യമുള്ള ഒരു സ്ഥലത്താണ് ഇത് പറയുന്നതെങ്കിലോ, ആ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? മയ, പുയ, കുയി, പിന്നെ പൊത്തകം എന്നൊക്കെ പറയുന്ന കൂട്ടരുണ്ടല്ലോ. ഇത് ഞാൻ അവരുടെ സംസാര രീതിയെ കളിയാക്കിയതല്ല കേട്ടോ. പല ജില്ലയിലും പല രീതിയിലുള്ള സംസാരമാണ്. പക്ഷേ ഇത്തരം ഭാഷാപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും ഇത്തരം വാക്കുകൾ കേട്ടാൽ, അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൽ സാധ്യതയുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ അതിന് കൈയടിക്കുകയും ആർപ്പുവിളിക്കുകയും ചെയ്യുന്നൊരു കൂട്ടർ മലപ്പുറം ജില്ലയിലുണ്ട്. അവിടെ വെച്ചാണ് KC വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ഈ തള്ളി മറിച്ചത്. KC ഹാപ്പി, കാരണം KCക്ക് അറിയാൻ കയ്യടി കിട്ടും, ആരവം കിട്ടും. അതിൻ്റെ കൂടെ എഴുതി വെച്ചോളൂ എന്നും കൂടെ തള്ളുമ്പോൾ വീണ്ടും കയ്യടി കിട്ടും. അതെടുത്ത് വാർത്തയാക്കുന്ന ദീപികയ്ക്കും ഹാപ്പി. അവരും കുറേ നാളായിട്ട് ഇങ്ങനെ പേന ഉന്തിക്കൊണ്ടിരിക്കുക, മോദിക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ. പിന്നെ അവിടുന്ന് എടുത്ത് വാർത്തയാക്കിയ മനോരമയ്ക്കും ഹാപ്പി. ചുരുക്കത്തിൽ KC വേണുഗോപാൽ ഹാപ്പി, മലപ്പുറത്തുള്ള മയ, പുയ, കുയ്യ് ടീം ഹാപ്പി, ദീപിക ഹാപ്പി, മനോരമ ഹാപ്പി. പക്ഷേ ബോധമുള്ളവർക്കിലോട്ട് പറയുമ്പോൾ അവർ ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നോർത്ത് അവർ കൈയടിക്കത്തും ആർക്കുവിളിക്കത്തുമില്ല. പക്ഷേ മുന്നിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും കൈയടിക്കുന്ന ഉറപ്പുള്ള സ്ഥലത്ത്, മലപ്പുറം പോലുള്ള സ്ഥലത്ത് KC വേണുഗോപാൽ ഇങ്ങനെ തള്ളി മറിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ കിളി കുറച്ച് നാളായിട്ട് പറന്നു പോയിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു സാമ്പിളാണെങ്കിൽ അടുത്തത് വന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് കാണുന്ന വികസനമൊക്കെ ഉണ്ടാവാനുള്ള കാരണം കോൺഗ്രസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ആണത്രേ ഇന്ത്യയിൽ വികസനം കൊണ്ടത്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് വേറെ ആരൊക്കെയാണ് എടുക്കുന്നത്? അതിൻ്റെ ക്രെഡിറ്റ് BJP തട്ടിയെടുക്കുന്നു, നരേന്ദ്രമോദി തട്ടിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാ ഇപ്പോൾ ഭരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP ആണ് ഭരിക്കുന്നത്. പക്ഷേ ഈ വികസനം കൊണ്ടുവരാനുള്ള കാരണം കോൺഗ്രസ് ആണ് എന്നാണ് ഇയാൾ പറയുന്നത്. ഒരു പക്ഷേ അയാൾ പറയുന്നത് ശരിയായിരിക്കാം. കോൺഗ്രസ് എന്നൊരു ഓടംകൊല്ലി പാർട്ടി കുറേ വർഷത്തെ പാരമ്പര്യമൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അത് ഓടംകൊല്ലി പാർട്ടി തന്നെയാണ്. അത് പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കാം BJP അധികാരത്തിലെത്തിയതും അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതും. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പക്ഷേ ഇയാൾ പറഞ്ഞത് ശരിയായിരിക്കാം. കോൺഗ്രസ് ആയിരിക്കും ഈ വികസനത്തിലെല്ലാം കാരണം. കോൺഗ്രസ് ഭരിക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത് എന്ന് വേണം കണക്കാക്കാൻ. 2 സാമ്പിളുകളേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ മാരകമായിട്ടുള്ള സാമ്പിളുകൾ വരാൻ സാധ്യതയുണ്ട്. കംപ്ലീറ്റ് കോൺഗ്രസ് ആളുകളുടെയും നേതാക്കളുടെയൊക്കെ കിളികൾ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് അവർ നിരന്തരമായിട്ട് കാണിക്കുന്ന ഇതൊക്കെയാണ്. ആസ്ഥാന പപ്പു രാഹുൽ ഗാന്ധി സ്റ്റേജ് ഷോ നടത്തി പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണ്. മറ്റൊരു മുതലുണ്ട്, ഈ പപ്പുവിൻ്റെ മാതാവ് സോണിയാഗാന്ധി AICC ആസ്ഥാനത്ത് വന്ദേമാതരം ചൊല്ലിയപ്പോൾ കാണിച്ച കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ മുതിർന്നതെന്നോ ഇളയതെന്നോ വലിയ കൊങ്ങിയെന്നോ ചെറിയ കൊങ്ങിയെന്നോ വ്യത്യാസമില്ലാതെ സകലരും ഏതാണ്ട് ഒരേ ലെവലിൽ ഒരേ വേവ് ലെന്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇതുപോലെ കിളി പറത്തിയ പ്രസ്താവനകൾ ഇവരിൽ നിന്ന് വരും ദിവസങ്ങളിൽ വരും എന്ന് നമുക്ക് ഉറപ്പാണ്. കാത്തിരിക്കാം.